ഹലോ എവ്രി വൺ. ഡിഗ്രി ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെ ഏറ്റവും അധികം അലട്ടുന്ന ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ഫീൽഡ് ചൂസ് ചെയ്യുമ്പോൾ മുതൽ നമ്മൾ ജോലി എൻ്റർ ചെയ്യുമ്പോൾ വരെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ചിന്താഗതി. നമ്മൾ കുറേ എന്തൊക്കെയോ പഠിക്കുന്നു, അവസാനം എന്തിലൊക്കെയോ ചെന്ന് ചേരുന്നു. നമുക്ക് വേണ്ടത് എന്താണെന്ന് എപ്പോഴെങ്കിലും നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ടോ? നമ്മുടെ പഠനമെല്ലാം കഴിഞ്ഞ് ഒത്തിരി ആളുകളുടെ എല്ലാം ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരു നോക്കുകുത്തിയായിട്ട് നിൽക്കുമ്പോൾ മാത്രമല്ലാതെ നമ്മൾ ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് എപ്പോഴാണ് ശരിക്കും ചിന്തിക്കേണ്ടത്? എന്താവണം, എന്താണ് എനിക്ക് ലൈഫിൽ വേണ്ടത്, ഏത് ജോലിയിലാണ് ഞാൻ എത്തേണ്ടത്, എങ്ങനെയായിരിക്കണം എൻ്റെ ലൈഫ് ഒരു 5 വർഷം കഴിഞ്ഞാൽ? ഇതായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഡിഗ്രി ചെയ്യുന്നു, ഡിഗ്രി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ജോലി ഇല്ലാണ്ട് നടക്കുമ്പോൾ, ഇതൊരു കോമ്പറ്റീറ്റീവ് വേൾഡ് ആണല്ലോ, കോമ്പറ്റീഷൻസ് ഒത്തിരി കൂടുതലുമാണ്. അപ്പോൾ നമുക്ക് ജോലി ഇല്ലാതെ നടക്കുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ചോദിക്കുന്നത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു ജോലി എങ്ങനെയെങ്കിലും നേടിയെടുത്ത് അവസാനം അവിടുത്തെ പ്രഷർ, അവിടുത്തെ ഫ്രസ്ട്രേഷൻ, ഡേ ടു ഡേ പേയ്മെൻറ്റ്സ് കിട്ടുന്നുണ്ടാവും, പക്ഷേ ഒരു ലൈഫ് സെറ്റിൽമെൻറ്റിലേക്ക് നമുക്ക് അതിന് എത്തിച്ചേരാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണോ അത് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയത്? അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ നേരത്തെ കൂട്ടി മനസ്സിലാക്കുക നമുക്ക് ഏത് രീതിയിലുള്ള ഒരു ജോബാണ് വേണ്ടതെന്ന്. അത് നമ്മൾ പഠനം പെർസ്യൂ ചെയ്യുമ്പോൾ തൊട്ട് തന്നെ മനസ്സിലാക്കണം. ഡിഗ്രി എന്ന് പറയുന്നത് ആ ഒരു എക്സാക്ട്ലി അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബ് എന്ന് പറയുന്നത് ഒരു വെൽ റെപ്യൂട്ടഡ് ആണോ, നിങ്ങൾക്ക് സമൂഹത്തിൽ അംഗീകാരമുള്ള ഒരു ജോലിയിലേക്കാണോ വേണ്ടത്, സെക്യൂർ ആയിട്ടുള്ള ജോബാണോ വേണ്ടത്? അതായത് നമുക്ക് പ്രഷർ ഉണ്ടെങ്കിലും നമുക്ക് അവിടെ കുറേ നാൾ പിടിച്ചു നിൽക്കാൻ കഴിയണം, നമുക്ക് സെക്യൂർ ആയിരിക്കണം, നാളെ ഒരു ലേ ഓഫ് വന്ന് നമ്മളെ പറഞ്ഞു വിടുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എൻഡപ്പ് ചെയ്യരുത്. അപ്പോൾ സെക്യൂർ ആയിരിക്കണം. പിന്നെ നമുക്ക് ഇന്നും നാളെയും തട്ടിമുട്ടി ജീവിക്കാൻ പോരാ. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ എല്ലായിടത്തും വിലക്കയറ്റമാണ്. നമുക്ക് എന്തായാലും ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയാൽ മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ സ്വപ്നങ്ങളും ഇതിനോടൊപ്പം തന്നെ നമുക്ക് നടന്നു പോകണം. നമുക്ക് ട്രിപ്പ് പോകണം, അടിച്ചു പൊളിക്കണം, ആകെ ഒരു ലൈഫേ ഉള്ളൂ. അപ്പോൾ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജോബും വേണം. അപ്പോൾ ഈ 3 രീതിയിലും നമ്മളെ എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ബാങ്കിങ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ജോബ് എക്സാംസ് എന്ന് പറയുന്നത്. ആകർഷമാണെങ്കിൽ പോലും അതേപോലെ തന്നെ ഡിഫിക്കൾട്ടാണ് ഈ മേഖലയിലേക്ക് എത്തിപ്പെടാൻ. അപ്പോൾ പലവരും ഇത് മനസ്സിലാക്കുന്നതും തിരിച്ചറിയുന്നതും ഇതേപോലെയുള്ള സ്ട്രഗ്ലിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. എന്തുകൊണ്ട് നമുക്കിത് പഠിക്കുമ്പോൾ തന്നെ ഇതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്തുകൂടാ? നേരത്തെ പ്രിപ്പയർ ചെയ്താൽ, ഡിഗ്രിയുടെ സമയത്ത് തന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഈ മേഖലകളിൽ ഒരു ജോലി സെക്യൂർ ആക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയെന്നല്ലേ, അതിനാണ് എൻട്രി നിങ്ങൾക്കായിട്ട് പുതിയൊരു എലൈറ്റ് ബാച്ച് ലോഞ്ച് ചെയ്യുന്നത്. എൻട്രി എലൈറ്റ് ബാച്ച് ഫോർ ബാങ്കിങ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ്. എന്താണ് എൻട്രി എലൈറ്റ് ബാച്ചസിൻ്റെ പ്രത്യേകതകൾ? എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള, എന്നാൽ സിലബസ് ഹെക്റ്റിക് അല്ലാത്ത, എന്നാൽ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ പഠിച്ച് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമ്പാക്റ്റബിൾ സ്പെഷ്യൽ കോഴ്സാണ് എൻട്രി എലൈറ്റ് ബാച്ചസ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, നമ്മൾ പഠിച്ചിറങ്ങി നമ്മളൊരു ജോലിയോടൊപ്പം ഇത് എവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണെങ്കിലും ഏത് കോഴ്സ് സെൻ്ററിലാണെങ്കിലും നമ്മൾ പിന്നീട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ 1 വർഷം നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്ന ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് 3 വർഷം പഠിക്കാനായിട്ടുള്ള സൗകര്യം നമ്മൾ ചെയ്തു തരുന്നു. ഇത് ഓൺഗോയിങ് സ്റ്റുഡൻസിന് മാത്രം ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് പഠനത്തോടൊപ്പം തന്നെ ഇത് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഇതിനെ ഹെക്റ്റിക് ഫ്രീ ആക്കിയിട്ട് സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കുറെ കൂടെ സിംപ്ലർ ആയിട്ടും ബേസിക് ആയിട്ടും നിങ്ങളുടെ മുന്നിൽ കരിക്കുലം സെറ്റ് ചെയ്ത് തരികയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ സിലബസിനെ പറ്റിയും അതിൻ്റെ ടഫ്നെസ്സിനെ പറ്റിയും ആലോചിച്ച് നമ്മൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ പഠനത്തോടൊപ്പം തന്നെ 1.5 മണിക്കൂർ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മാത്രം നമുക്ക് മതിയാവും.
ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാംസോ അല്ലെങ്കിൽ അസൈൻമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ലൈവോ എന്തെങ്കിലും മിസ്സായാലും ഈ 3 വർഷവും നിങ്ങൾക്ക് അവിടെ ഇതിൻ്റെ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. ഈ ലൈവിൻ്റെ ആണെങ്കിലും റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അഥവാ ഇത് കണ്ടിട്ട് പിന്നെയും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണ്, നിങ്ങൾക്കത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ 3 വർഷവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മെൻറ്റേഴ്സും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 3 വർഷത്തിൽ പിന്നീട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി, അതായത് പഠനത്തിന് ശേഷം പിന്നെയും ഞാനൊരു പേയ്മെൻറ്റ് ചെയ്യണം എന്നൊരു ആലോചന നിങ്ങൾക്ക് ഇതിൽ ആവശ്യമില്ല. 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ ജോലി കിട്ടുന്നവരെ നിങ്ങൾക്ക് 3 വർഷം വാലിഡിറ്റിയോട് കൂടി തന്നെ പഠിക്കാനായിട്ട് ഇവിടെ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ബെനിഫിറ്റ്സ് ആണ് എൻട്രി അലൈഡ് ബാച്ചസിനെ മറ്റ് കോഴ്സുകളിൽ നിന്നും സെപ്പറേറ്റ് ആക്കുന്നത്. സോ കൂടുതൽ വിശേഷങ്ങൾക്കായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ.